ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വെട്ടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ വാപ്പി ഇവിടെ മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് മൈദമാവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ബീറ്റർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ട ഇതായിട്ട് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. കാണിക്കുന്നു കണ്ടോ, മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. എത്ര മുട്ട എടുത്തു വാപ്പി? 9 മുട്ട നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പൊ ഓരോന്നോരോന്നായി പൊടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ ബീറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് ബീറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല സൂപ്പർ ആയിട്ടുണ്ട്. സൂപ്പറായിട്ട് ബീറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പഞ്ചസാര ഇച്ചിരി തോനെ നമ്മൾ അളവിലിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ 9 മുട്ട എടുത്തില്ലേ, അതിന് അളവിന് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ബീറ്റ് ചെയ്യാണ് കേട്ടോ. ഇത് ബീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. നമ്മൾ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് കേട്ടോ. നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ട് പോവാണേ. വേണ്ടേ, കുറച്ച് ഇട്ട് കൊടുക്കാൻ. നമുക്ക് ഇനി മിക്സ് ചെയ്തിട്ട് വരാവേ. നമ്മൾ ഇതിലേക്ക് മൈദ മാവ് ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ. നമ്മള് ഇത്രയും മാറ്റിയുള്ളൂ കേട്ടോ. ബാക്കി ഇത്ര എണ്ണത്തിട്ടിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് അധികം എടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് അധികം ആൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇടാം. നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കേക്ക്. നമ്മൾ അത്ര എടുക്കണം. കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മൈദപ്പൊടി വിതറിയിട്ട് ബാക്കി വന്ന മൈദപ്പൊടി വിതറിയിട്ട് നമ്മൾ ചപ്പാത്തി പരത്തുന്ന സാധനം വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുകയാണ്. വാപ്പി പരത്തുവാണ്. നല്ല ഷേപ്പിനൊക്കെ വെച്ച് വാപ്പി പരത്തി കൊടുക്കുകയാണ്. പിന്നെ ഇത് വീട്ടിൽ അടുക്കളയിൽ സ്ലാവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്ലാവിൻ്റെ പുറത്ത് വെച്ചാട്ടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പാമോയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പാനിൽ 1 കിലോൻ്റെ പാമോയിലാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മുടെ മാവ് സെറ്റായിട്ടുണ്ട്. ഇവിടെ നമ്മൾ അരിപ്പോട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ അരിപ്പോട്ടയിലാട്ടാണ് കേട്ടോ ഇടുന്നത്. നമ്മൾ താഴെ ഉരുളിയും വെച്ചിട്ടുണ്ട്. നമ്മൾ കേക്ക് കട്ട് ചെയ്യാണ് കേട്ടോ. ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്യാണ്. ആ കേക്കിൻ്റെ മാവ് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഇത് എണ്ണ തിളയ്ക്കുമ്പോഴത്തേക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കും. ഇടയ്ക്കിടയ്ക്ക് പിച്ചാത്തിയിൽ മൈദ തേച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത കേക്കിൻ്റെ നടുവിലായിട്ട് നമ്മൾ 2ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ചൂടെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കും. അപ്പം ഓരോന്നും ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം തിളച്ചില്ലേ. നിങ്ങൾ വാ, ഞാൻ കാണിക്കാണ്. ഇങ്ങനെ ഇട്ട് നോക്കി. ഞാൻ ഇട്ടതാണ് കേട്ടോ. ചെറിയ ബോൾസ് പെട്ടെന്ന് പൊന്തി വരുന്നുണ്ട്. അപ്പം തിളച്ച് നാപ്പി പറഞ്ഞു.
കട്ട് ചെയ്ത കേക്കുകൾ നമ്മളിത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചൂടുതിളച്ച എണ്ണയിലേക്ക്. കേക്ക് മൂത്ത് നമുക്ക് കോരി ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതെ, നമ്മൾ ടേസ്റ്റ് വാപ്പിയാണ് കേട്ടോ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യുന്നത്. വാപ്പി ഉണ്ടാക്കിയുണ്ട്. അതായത് വാപ്പിക്ക് ഞാൻ എന്തോ ടേസ്റ്റ് കൊടുക്കാൻ ഞാൻ പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രുചിയുണ്ട്. നമ്മൾ അരിപ്പൊടി ചേർക്കുന്നതിൻ്റെ ഒരു ക്രിസ്പ്നെസ് ഉണ്ട്. നല്ല പ്രത്യേക ഒരു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ കഴിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ ക്യാമറമാൻ്റെ വായിലിട്ട് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് കണക്ക് പൊങ്ങി പൊങ്ങി വരുന്നുണ്ടല്ല. അങ്ങനെ നമ്മുടെ കേക്കൊക്കെ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ്. പിന്നെ ലൈക്ക് ചെയ്യാത്തവരെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം, ഷെയറും ചെയ്യണം. പിന്നെ കുറേ ആൾക്കാർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്ര